ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി പായസമാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ വീഡിയോ. കേരള സ്റ്റൈൽ പച്ചരി പായസം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു പച്ചരി പായസം ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. 17-ാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു പായസം ഉണ്ടാക്കാം. അങ്ങനെ രാവിലെ തന്നെ പായസം ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് 3 ശർക്കര എടുത്ത് ചെറുതായിട്ട് പൊടിച്ചെടുത്ത് 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ശേഷം അതവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ പച്ചരി വൃത്തിയായിട്ട് കഴുകി വെച്ചു. ഇത് നമുക്ക് തിളച്ച് അരിക്കുന്ന ശർക്കരയിലേക്ക് നമുക്ക് ഈ ടൈപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉണ്ട ശർക്കര 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പായസത്തിന് ആവശ്യമായിട്ടുള്ള മുന്തിരിങ്ങയും കാഷ്നട്ടും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാക്കറ്റിൽ ഈ 2-3 കവർ വെച്ചുണ്ട് കേട്ടോ. അങ്ങനെ ശർക്കര അത് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇതിലേക്ക് വേണം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ശർക്കര അരിച്ചില്ലെങ്കിലുണ്ടല്ലോ അതിൻ്റെ അകത്ത് ചെറിയ തരി പോലെ പൊടിയായിട്ട് ചെറിയ മണ്ണ് കാണും. അതുകൊണ്ടാണ് നമ്മളത് അരിക്കണമെന്ന് പറയുന്നത്. അരിച്ചെടുത്തിട്ട് വേണം ഈ പച്ചരി ഇട്ട് കൊടുക്കാൻ. അതവിടെ ഇരുന്ന് നല്ലതുപോലെ ഇട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം കുറേശ്ശെ ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ അത് മൊത്തത്തിൽ ഞാനത് പച്ചരി ഇട്ട് കൊടുത്തു. അത് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ വഷ്ണയില ഇട്ട് കൊടുത്തു. 2 വഷ്ണയില. അത് പായസത്തിനൊരു മണത്തിന് വേണ്ടിയാണ്. മണവും ടേസ്റ്റുമാണ് ആ പായസം ഉണ്ടാക്കുമ്പോൾ. ചുക്കും ഏലക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അത് ലാസ്റ്റാണ് നമ്മൾ ഈ ചുക്കും ജീരകവും ഈ ഏലക്കായും ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങാക്കൊത്ത് അരമുറി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് പായസം ഇളക്കി കൊടുക്കുന്നുണ്ട്. അരി വേകുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. പച്ചരി നല്ലതായിട്ട് വേകണം. വെന്ത ശേഷം വേണം നമ്മൾ കുറച്ച് ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ശർക്കര ഇത് വെന്ത് വരുമല്ലേ. പച്ചരി വേകുന്നതിനനുസരിച്ച് നമ്മൾ പാലൊഴിച്ച് ഞാൻ പശുവും പാലാണ് ചേർത്ത് കൊടുത്തത്. പശുവും പാലോ തേങ്ങാപ്പാലോ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ പശുവും പാലാണ് ചേർത്താണ് പച്ചരി പായസം ഉണ്ടാക്കുന്നത്. അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിൽ വേണം പായസം ഉണ്ടാക്കാൻ. വളരെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അങ്ങനെ തേങ്ങാക്കൊത്തും കാഷ്നട്ടും മുന്തിരിങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നെയ്ക്കകത്ത് വറുത്തെടുക്കാം. ആദ്യമേ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇടയ്ക്ക് വല്ലപ്പോഴും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പം ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ അരിപ്പായസം ഉണ്ടാക്കാമെന്ന് വെച്ചത്. സാധാരണ സേമിയ പായസമാണ് വെക്കുന്നത്. ഇന്ന് അവൻ്റെ ഇഷ്ടത്തിന് അരിപ്പായസമാണ് വെക്കുന്നത്. അങ്ങനെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തു. അതിന് ശേഷം ഞാൻ കാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്തെടുത്തു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കാഷ്നട്ടും മുന്തിരിങ്ങയും വറുത്തെടുത്തു. അതിന് ശേഷം ഇതെല്ലാം വറുത്ത് കോരി മാറ്റി വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാ വീഡിയോസും കയറി കാണണം കേട്ടോ. അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ തുടർന്ന് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അങ്ങനെ പായസം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാലുകൂടി ചേർത്തിളക്കി തിളയ്ക്കട്ടെ. നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്ത് വറുത്തത് ചേർത്തിളക്കാം. ഇളക്കിയ ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുക്ക്, ഏലക്ക, പിന്നെ ജീരകം ചേർത്ത് കുറച്ച് പാലിൻ്റെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ മണവും പിന്നെ അത് അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് ആ പായസത്തിൻ്റെ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അരിപ്പായസമല്ലേ, പച്ചരി പായസം പ്രത്യേകിച്ചൊരു മണമാണ് കേട്ടോ. അങ്ങനെ അത് ഇളക്കി നല്ല കൊഴുത്ത് വരുന്നുണ്ട് പായസം കേട്ടോ. നമ്മൾ ഇരിക്കും തോറും ഇത് നല്ല കട്ടിയായിട്ട് വരും. നമുക്ക് ആവശ്യാനുസരണം പിന്നെയും വേണമെങ്കിൽ കുറച്ച് പാലോട് ഞാൻ പിന്നെ കുറച്ച് പാലോട് ചേർത്ത് കൊടുത്തു. അങ്ങനെ സ്വാദിഷ്ടമായ പച്ചരി പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിരിക്കും. ബൈ.